ഇവിടെ ഔദ്യോഗികമായ പ്രതികരണമാണ് ഇതാ വന്നിരിക്കുന്നത്. പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകി. സീസ് ഫയർ വയലേഷൻ തുടർച്ചയായി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. പാകിസ്ഥാൻ കരസേനയുടെ നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. വ്യോമാക്രമണത്തിന് കൊപ്പുകൂട്ടി, അത് തകർത്തു. പാകിസ്ഥാൻ യാത്രാ വിമാനങ്ങളെ മറയാക്കി ആക്രമണത്തിന് ശ്രമിച്ചു. അതിന്റെ തെളിവുകളുണ്ട്. പാകിസ്ഥാൻ ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണങ്ങൾ തുടരെ നടത്തുന്നത്. ഇന്ത്യയിലെ 26 നഗരങ്ങൾക്ക് നേരെ, 26 അധികം നഗരങ്ങൾക്ക് നേരെയുള്ള ആക്രമണം, പോയിന്റുകൾക്ക് നേരെയുള്ള ആക്രമണം പാകിസ്ഥാൻ നടത്തി. അതിനെയെല്ലാം നമ്മുടെ എയർഫോഴ്സ് ഉൾപ്പെടെ തടഞ്ഞിട്ടുണ്ട്. ജമ്മുവിൽ പാക് എയർഫോഴ്സുമായുള്ള ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുണ്ട്. ചില ദൃശ്യങ്ങൾ ഉൾപ്പെടെ പങ്കുവച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ത്യൻ എയർബേസുകൾ സുരക്ഷിതമാണ്. ഇന്ത്യയുടെ എയർബേസുകൾ, ഇന്ത്യയുടെ വ്യോമസേനാ താവളങ്ങൾ പാകിസ്ഥാൻ ടാർഗറ്റ് ചെയ്തു. പക്ഷേ അത് വിഫലമാക്കിയെന്ന് ഇന്ത്യ വിശദീകരിക്കുന്നു. മറുപടിയായി വളരെ മെഷേർഡ് ആയിട്ടുള്ള മറുപടി പാകിസ്ഥാന് റാവൽപിണ്ടിയിൽ അടക്കം നൽകിയിട്ടുണ്ട് എന്ന് ഇന്ത്യ വിശദീകരിക്കുന്നു. ഇന്ത്യയുടെ എയർബേസുകൾ എല്ലാം പൂർണ്ണ സജ്ജമാണ്. പഞ്ചാബിലെയും ജമ്മു കാശ്മീരിലെയും സാധാരണ ജനങ്ങളെയാണ് പാകിസ്ഥാൻ ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് ഇന്ത്യ കൃത്യമായി ഇവിടെ തെളിവുകൾ സഹിതം വിശദീകരിക്കുകയാണ്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഇന്നലെ ഉണ്ടായ വലിയ പ്രകോപനം ഇന്ന് ഇന്ത്യ ചൂണ്ടിക്കാണിക്കുകയാണ്. ആ പ്രകോപനത്തിന് തക്കതായ മറുപടി, കൃത്യമായ അളന്നു കുറിച്ച പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള മറുപടി ഇന്ത്യ നൽകി, രാജ്യം നൽകി എന്ന് വിശദീകരിക്കുന്നു. സൈനിക പോസ്റ്റുകൾ, ഭീകരവാദത്തിന് വേണ്ടി സഹായിക്കുന്ന കേന്ദ്രങ്ങൾ, സൈനിക വിന്യാസമുള്ള സ്ഥലങ്ങൾ, അങ്ങനെ കൃത്യമായി ഇന്ത്യക്കെതിരായ ആക്രമണത്തിനുള്ള കോപ്പുകൂട്ടിയ ഇടങ്ങൾ ലക്ഷ്യമാക്കിയാണ്. ജനങ്ങൾക്ക് നേരെ ആയിരുന്നില്ല ഇന്ത്യയുടെ ആക്രമണം. അതേസമയം പാകിസ്ഥാൻ നമ്മുടെ സിവിലിയൻ മേഖലയിലേക്ക് തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തുകയാണ്. അതിനെല്ലാം പരാജയപ്പെടുത്താൻ ശ്രീനഗർ മുതൽ നാലിയ വരെ 26 ഇടങ്ങളിലാണ്, 26ലധികം സ്ഥലങ്ങളിലാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് പാകിസ്ഥാൻ വ്യോമാതിർത്തി ലംഘിച്ച് ഡ്രോണുകളും മിസൈലുകളും ഇന്ത്യക്ക് നേരെ പ്രയോഗിച്ചു. ഇന്ത്യയുടെ S-400 സംവിധാനത്തെ പരാജയപ്പെടുത്തി എന്ന വാദം തികച്ചും തെറ്റാണ്, പ്രചരണമാണ്. പാകിസ്ഥാൻ തെറ്റായ പ്രചാരണങ്ങൾ അഴിച്ചുവിടുകയാണ് എന്നതുകൂടി ഇന്ത്യ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ത്യയുടെ S-400 സംവിധാനം സുശക്തമാണ്, അതിന് യാതൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം. 2, ഇന്ത്യയുടെ എയർബേസുകൾ പാകിസ്ഥാൻ ആക്രമിക്കാൻ ശ്രമിച്ചു. എയർബേസുകളുടെ ശ്രീനഗറിലും ഉധംപൂരിലും അതുപോലെ തന്നെ മറ്റിടങ്ങളിലുമൊക്കെയുള്ള എയർബേസുകൾ, പഞ്ചാബിലും അതുപോലെ തന്നെ ജമ്മു കാശ്മീരിലുമുള്ള എയർബേസുകൾ പാകിസ്ഥാൻ ലക്ഷ്യമിട്ടെങ്കിലും ആ എയർബേസുകൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കുകയാണ്. റൺവേകളും യാതൊരു തരത്തിലുള്ള കോട്ടവുമില്ലാതെ പ്രവർത്തിക്കുകയാണ്. ഫോട്ടോ സഹിതമാണ്. സിർസയിലെ എയർപോർട്ട് സ്റ്റേഷന്റെ ഇന്ന് രാവിലെയുള്ള ദൃശ്യം ഫോട്ടോകൾ ഉൾപ്പെടെ പങ്കുവച്ചുകൊണ്ടാണ് പാകിസ്ഥാന്റെ വാദം കളവാണ്. സിർസയിലെ എയർബേസ് ഉൾപ്പെടെ സുരക്ഷിതമാണ് എന്ന കാര്യം വ്യക്തമാക്കുന്നത്. എയർപോർട്ട് സ്റ്റേഷന്റെ മുൻഭാഗത്തെ, ആ കവാടത്തിന്റെ ഭാഗത്തെ ഫോട്ടോയുണ്ട്, റൺവേയിലെ ഫോട്ടോയുണ്ട്, ഉള്ളിലെ ഫോട്ടോയുണ്ട്. അങ്ങനെ പാകിസ്ഥാന്റെ വാദങ്ങൾ ശരിയല്ല എന്ന് പറയുകയാണ്. ഫിറോസ്പൂരിലും ജലന്ധറിലും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അതിനെയൊക്കെ തടയാൻ നമുക്ക് കഴിഞ്ഞു. ഒപ്പം ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി, പാകിസ്ഥാൻ സേനാ നീക്കം നടക്കുന്നതായി, അതായത് പാകിസ്ഥാൻ സേന, കരസേന മുന്നോട്ട് നീങ്ങുന്നതായി ഇന്ത്യ പറയുന്നു. ഒപ്പം വളരെ ശക്തമായി തിരിച്ചടിക്കാൻ ഞങ്ങൾ സന്നദ്ധമാണ് എന്നും ഇന്ത്യ പറയുന്നു. ഇപ്പോൾ ബസന്ത് വിവരങ്ങളുമായി. ബസന്ത്, ഇന്നലെ രാത്രി മുതൽ നടന്ന കാര്യങ്ങൾ സമഗ്രമായി ഇന്ത്യ ലോകത്തോട് വിശദീകരിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഭിലാഷ്, ഇന്നലെ രാത്രി 1 മണി കഴിഞ്ഞപ്പോഴാണ് പാകിസ്ഥാന്റെ ആക്രമണം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ സേന വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് ഉധംപൂർ അടക്കമുള്ള ഉധംപൂരിലും അതുപോലെ തന്നെ മറ്റ് ഉത്തരമേഖലയിലുള്ള ആ ഭാഗത്തുള്ള നോർത്തേൺ മേഖലയിലുള്ള ഇന്ത്യയുടെ വ്യോമതാവളങ്ങളിൽ പാകിസ്ഥാന്റെ ആക്രമണം ഉണ്ടായി. അവിടെ ചില എക്യുപ്മെൻസും അതോടൊപ്പം തന്നെ ഇൻസ്റ്റലേഷൻസും തകർന്നിട്ടുണ്ട് എന്ന് ഇന്ത്യ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ഇന്ത്യ കനത്ത തിരിച്ചടിയാണ് നൽകിയത് എന്നാണ് ഇപ്പോൾ സേന വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രധാനമായും ഇന്ത്യ പാകിസ്ഥാൻ വ്യോമസേനയുടെ നൂർ ഖാൻ, റഹമിയർ ഖാൻ, റഫീഖി, മുറിദ്, സിയാൽകോട്ട് എന്നിവിടങ്ങളിലെ പാക് വ്യോമതാവളങ്ങൾ ആക്രമിച്ച് തകർത്തു എന്ന് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 2 റഡാർ ബേസ് സ്റ്റേഷനുകൾ തകർത്തിട്ടുണ്ട്. അത് സുക്കൂറിലും അതോടൊപ്പം തന്നെ സുക്കൂറിലെ പർസ്രൂർ ആൻഡ് സിയാൽകോട്ട്, ഈ 3 സ്ഥലങ്ങളിലെ റഡാർ സ്റ്റേഷനുകളും തകർത്തു എന്നാണ് വ്യക്തമാക്കുന്നത്. പക്ഷേ അതിൽ ഏറ്റവും സുപ്രധാനമായ ഒരു വിവരം ഇപ്പോൾ സേന പങ്കുവെക്കുന്നത് പാകിസ്ഥാന്റെ കരസേന ഫോർവേഡ് ഏരിയസിലേക്ക് അല്ലെങ്കിൽ അതിർത്തിയിലേക്ക് നീങ്ങുന്നു എന്നുള്ളൊരു വിവരമാണ്. അതായത് കരയുദ്ധത്തിന് പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നു എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ഇന്ത്യ നൽകിയിട്ടുള്ളത്. അതായത് തിരിച്ചടിക്കുമെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുള്ള സാഹചര്യത്തിൽ ഇന്ത്യയുടെ കരസേന ഫോർവേഡ് ഏരിയസിലേക്ക് അല്ലെങ്കിൽ അതിർത്തിയിലേക്ക് നീക്കി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളൊരു പരോക്ഷമായ സൂചനയാണ് ഇപ്പോൾ
ഇന്ത്യ നൽകുന്നത് എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. മറ്റൊന്ന്, സിവിലിയൻ ഏരിയകൾ അല്ലെങ്കിൽ സാധാരണക്കാർ താമസിക്കുന്ന ജനവാസ മേഖലയിലേക്ക് പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം ഉണ്ടായി എന്നുള്ളതാണ് ഇന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുള്ളത്. അവിടെ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്, വീടുകൾ തകർന്നിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്നുണ്ട്. പാകിസ്ഥാന്റെ ഈ ഷെല്ലാക്രമണത്തിന് ഇന്ത്യ കനത്ത തോതിൽ തിരിച്ചടി നൽകിയെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം പാകിസ്ഥാന്റെ വിമാനങ്ങൾ തകർന്നു വീണത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തതയും വരുത്താൻ ഇപ്പോൾ ഈ ഔദ്യോഗികമായിട്ട് സേനാവൃത്തങ്ങൾ തയ്യാറായിട്ടുമില്ല. അഭിലാഷ്, ജമ്മു കാശ്മീരിൽ ഉൾപ്പെടെ പാക് സേനയുടെ ഭാഗത്ത് നിന്ന് കനത്ത ഷെല്ലാക്രമണം സിവിലിയൻ മേഖലയിലേക്ക് തുടരുകയാണല്ലോ. ഇപ്പോൾ പാക് കരസേന നീക്കം നടത്തുന്നു. അതൊരു യുദ്ധസമാനമായ നീക്കം മുന്നോട്ട് കയറുന്നു എന്ന നിലയിലാണോ? തീർച്ചയായും ഈ പാകിസ്ഥാന്റെ കരസേന നീങ്ങി തുടങ്ങി എന്ന് തന്നെയാണ് ഔദ്യോഗികമായിട്ട് ഇപ്പോൾ കേണൽ സോഫിയ ഖുറേഷി വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഫോർവേഡ് ഏരിയാസ് എന്ന് പറയുമ്പോൾ അതിർത്തി മേഖലകളിലേക്ക് കരസേന നീങ്ങുന്നു എന്നുള്ളതാണ്. അതായത് കാലാൾപ്പട നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് കരയുദ്ധത്തിന് പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ്. ഇതുവരെ വ്യോമ ആക്രമണങ്ങളായിരുന്നു ഇരു രാജ്യങ്ങളും നടത്തിയിരുന്നത്. ഇപ്പോൾ സേനകൾ തമ്മിലുള്ള നേർക്കുനേർ പോരിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ്. സേനാ വിന്യാസം വലിയ തോതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇന്ത്യ വ്യക്തമാക്കുന്നത്. ഇന്ത്യയും സമാനമായ സാഹചര്യം തന്നെയായിരിക്കും. അതായത് സമാനമായ തരത്തിൽ സേനാവിന്യാസം ശക്തിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള സൂചന തന്നെയാണ് ഇത്തരത്തിലൊരു സമ്മതത്തിലൂടെ ഇന്ത്യ അറിയിക്കുന്നത്. അതായത് ആ ഒരു അറിയിപ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ തയ്യാറായി കഴിഞ്ഞു എന്നുള്ള സൂചന തന്നെയാണ് സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും നൽകിയിട്ടുള്ളത്.